സ്വാഗതം. ടോപ്പ് ന്യൂസിലേക്ക് നോക്കാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അതിവേഗത്തിൽ. എമ്പുരാനെതിരെ സംഘപരിവാറിന്റെ കടന്നാക്രമണം. എമ്പുരാൻ ദേശവിരുദ്ധ സിനിമയെന്ന് RSS. വിമർശനം RSS മുഖവാരിക ഓർഗനൈസറിൽ. മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ രൂക്ഷ വിമർശനം. ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നും ലേഖനത്തിൽ. എമ്പുരാൻ സിനിമയിലെ പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ച. പൃഥ്വിരാജിന്റെ സിനിമകൾ തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂച്ചുന്നതെന്ന യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ്. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ ഗണേഷ്. എമ്പുരാൻ സിനിമ ഗുണം ചെയ്യുക BJPക്കെന്ന് മന്ത്രി ജോർജ് കുര്യൻ. എല്ലാ വീടുകളിലും BJPയെ പറ്റി ചർച്ച ചെയ്യണം. അത് ചെയ്യല്ലേ? കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ? ഇങ്ങനെ എല്ലാ വീടുകളിലും BJPയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ചർച്ച ചെയ്യട്ടെ. BJP കുതിച്ചു ഉയരും എന്നാണ് പറഞ്ഞത്. ഉയരങ്ങളിലേക്ക് BJP. അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും എമ്പുരാൻ സംഘപരിവാർ സംഘടനയ്ക്കുള്ള മറുപടിയെന്ന P. സന്തോഷ് കുമാർ MP. മുൻകൈയെടുത്ത വിദ്വാൻമാരാണ് ഈ സംഘടനക്കാരെല്ലാം തന്നെ. എന്നോട് ഈ പാർലമെന്റിലെ സഹപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സംസ്ഥാനം ഇങ്ങനെയൊക്കെയാണോ? ഈ സിനിമ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ചിട്ട് വളരെ ബോധപൂർവ്വം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്ന കാര്യങ്ങളുണ്ടായി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോയി കർണാടകത്തിൽ കേരളത്തെക്കുറിച്ച് പ്രസംഗിച്ച കാര്യം നിങ്ങൾക്കറിയാം. ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്, തൊട്ടടുത്ത കേരളമാണ്, സൂക്ഷിക്കണം എന്നുകൊണ്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ഫിറ്റിംഗ് ആയിരിക്കുന്ന പ്ലേ കൂടിയാണ് ഈ സംഘപരിവാർ പ്രചരണങ്ങൾക്കെതിരെയുള്ളത്. വ്യവസായ രംഗത്തും കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നേറുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം രാജ്യത്തിന്റെ മുൻപന്തിയിലാണ്. രാജ്യത്ത് ഏറ്റവും സൗഹാർദ്ദമായ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം നിലനിൽക്കുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 60,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക മാത്രമല്ല ചെയ്തത്, ഈ മേഖലയിൽ അനേകം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനാണ്. ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 9 വർഷം 5,800 കോടി രൂപയുടെ നിക്ഷേപവും 60,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ കേരള വിരുദ്ധത ഹോബിയാക്കി മാറ്റിയെന്ന് P. സന്തോഷ് കുമാർ MP. വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും കേരള വിരുദ്ധത എന്ന് പറയുന്നത് അവർക്കൊരു ഫോബിയായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ എല്ലാ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര ധനകാര്യമന്ത്രി 27-ാം തീയതി നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനനായ ശ്രീ ജോർജ് കുര്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും ഈ കേരളത്തിൻ്റെ കേരളത്തെ ഒന്ന് അറ്റാക്ക് ചെയ്യുക, കേരളത്തിൻ്റെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയാണെന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ എന്തായിരുന്നാലും ധനകാര്യമന്ത്രി കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസ്യതയില്ലാത്ത നേതാവായി മാത്യു കുഴൽനാടൻ. ഹൈക്കോടതി വിലയിരുത്തലിൽ അപഹാസ്യരായി കോൺഗ്രസും UDFും. കുഴൽനാടന്റെ എടുത്തുചാട്ടവും സെൽഫ് പ്രമോഷനും തിരിച്ചടിയായെന്ന് കോൺഗ്രസിനുള്ളിൽ ആക്ഷേപം.
ലഹരി ഉപയോഗത്തിലൂടെ HIV സ്ഥിരീകരിച്ച മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. ആദ്യഘട്ടത്തിൽ പരിശോധന നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികളെ. മോദി ഭരണത്തിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 10 വർഷം കൊണ്ട് ശതകോടീശ്വരന്മാരുടെ എണ്ണം 284 അദാനിയുടെ ആസ്തിയിൽ മാത്രമുണ്ടായത് 13% വർധനവ്. ജ്വലിക്കുന്ന സ്മരണയായി ഇന്ന് കയ്യൂർ രക്തസാക്ഷി ദിനം. ഓർമ്മകൾ പുതുക്കി വൈകിട്ട് കയ്യൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷ് കൊലപാതക കേസിലെ പ്രതികൾ കൊലപാതകത്തിന് മുൻപ് തയ്യാറു നടത്തിയതായി സൂചന. തയ്യാറെടുപ്പ് നടത്തിയത് ഓച്ചിറ സ്വദേശി മനുവിന്റെ വീട്ടിൽ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഗണേഷ് മോഹന്റെ പരാതിയിൽ. IPL-ൽ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ പോരാട്ടം അഹമ്മദാബാദിൽ. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ആദ്യ 11-ൽ ഇടം പിടിക്കും. സീലിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ഡോറുവൽ ജൂനിയർ പുറത്ത്. നടപടി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയോട് തോറ്റതിനു പിന്നാലെ. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി പ്രദേശത്തെ പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് തലമുടി വെട്ടാനെത്തിയ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ബാർബർ അറസ്റ്റിൽ. പിടിയിലായത് കരിമ്പ സ്വദേശി KM ബിനോജ്. പ്രതി ഷോപ്പിലെത്തിയ 11-കാരനെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. ലഹരിയെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ഒരുമിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. NJ ഗോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ നിറത്തിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഉണ്ടാകണമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഇപ്പൊ ഞാൻ കൊടുത്ത പോസ്റ്റിന് എൻ്റെ മോളുടെ മറുപടി, അമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് ഞങ്ങളിത് കണ്ടത് വാട്ട് ഇസ് ബ്ലാക്ക് മീൻ ടു അസ്. അത് പുറത്തിറങ്ങി കടലിൽ പോയിട്ട് കുളിക്കുക, സൂര്യനെ പുറത്തിറങ്ങി കളിക്കുക, അപ്പോൾ കളിയുടെയും കുളിയുടെയും ഒരു സന്തോഷത്തിൻ്റെയും പരിണാമമാണ് കറുപ്പ്. അപ്പോൾ ആ കറുപ്പിനെ ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. ഈദ് ഉൽ ഫിത്തർ പ്രവൃത്തി ദിനമാക്കിയ വിവാദ നിർദ്ദേശം പിൻവലിച്ചു. കസ്റ്റംസ് കേരള റീജിയണൽ ചീഫ് കമ്മീഷണർ പുതുക്കി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ധനമന്ത്രിക്ക് അയച്ച കത്തിന് പിന്നാലെയാണ് നടപടി. കാസർഗോഡ് പൊയ്നാച്ചിയിലെ പാടശേഖരത്തിൽ തണ്ണിമത്തൻ വിളയിച്ച യുവ കർഷക. മാതൃകയായത് യുവ കർഷക ശ്രീവിദ്യ. പത്തനംതിട്ട ജില്ലയുടെ ചരിത്രം പറയുന്ന വിജ്ഞാനീയം മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര ചരിത്രം ഉൾക്കൊള്ളിച്ചാണ് വിജ്ഞാനീയം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് ഒരു വിജ്ഞാന ശാഖ എന്ന നിലയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. കൂടുതൽ താല്പര്യം അക്കാര്യത്തിൽ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്.
പ്രാദേശിക ചരിത്ര അന്വേഷണം, അതൊക്കെ താല്പര്യപൂർവ്വം നടത്തുന്ന അനേകം പേരുണ്ട്. അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കൂടി ഉതകുന്ന ഒരു ഉദ്യമമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. CISF 56ാമത് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലോത്തോൺ യാത്ര തുടങ്ങി. ലക്ഷ്യം മയക്കുമരുന്ന്, തീവ്രവാദം എന്നിവയ്ക്കെതിരായ ബോധവൽക്കരണം. The aim of this CISF cyclothon is that we have to create coastal security awareness regarding threats like drugs, smuggling, intrusion, etc. Apart from this, we have to aware our local. സ്വർണ്ണത്തരികളടങ്ങിയ മണ്ണ് വാഗ്ദാനം ചെയ്ത് ₹1 കോടി തട്ടിയ സംഘം പിടിയിൽ. പിടികൂടിയത് സൂറത്ത് സ്വദേശികളായ 4 സംഘത്തെ. വന്യമൃഗശല്യത്തെ നേരിടാൻ ആധുനിക സാങ്കേതിക വിദ്യയുമായി വനംവകുപ്പ്. എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വിളകൾ നശിപ്പിക്കുന്നതും പതിവാകുന്നു. ഇതോടുകൂടി ടോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.